ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വലിയൊരു പ്രോഗ്രാമിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മുടെ കേരളം. അത് വലിയൊരു പ്രോഗ്രാമിനേക്കാൾ ഉപരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മളെ കേരളത്തിലേക്ക് ടി.സി. ഛബ്രാജിയുടെ മകൻ സൗരഭ് ഛബ്രാജി വരികയാണ്. കേരളത്തിന് ഇന്ന് ആർ സി എമ്മിന് ഓൾ ഇന്ത്യയിൽ കേരളത്തിന് വലിയ പേരാണ്. ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും, ഇസോൾ ആയാലും ശരി, പെയിന്റ് ആയാലും ശരി, ന്യൂട്രിചാർജ് ആയാലും ശരി, ഏതെടുത്തു കഴിഞ്ഞാലും കേരളം ഒരു പടി മുന്നിലാണ് ഇപ്പോഴും എന്തിലും. അപ്പം ഒരു വലിയ മെസ്സേജ് ആണ് നമ്മൾ കേരളീയര് ഇന്ത്യക്ക് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനം കേരളത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിലേക്കുള്ള വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത്, ഇന്ത്യ ഒന്നായിട്ട് കേരളത്തിന് നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ പ്രവർത്തനം ഇന്ത്യക്കൊരു മെസ്സേജാണ് പോകുന്നത്. ആ കേരളത്തിന്റെ യൂണിറ്റി, കേരളത്തിന്റെ ആ ഒരു ഒരുമിച്ചുള്ള പഠിക്കാനുള്ള ഒരു ആകാംക്ഷ. ഇന്ന് കണ്ടോ, രാവിലെ 6 മണിക്ക് തന്നെ ഏതാണ്ട് 600 കവി ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വളരാനും ഒക്കെയുള്ള ആ ഒരു ശുഷ്കാന്തി, ആ ഒരു ഉന്മേഷം രാവിലെ തന്നെ കാണിക്കുന്നു. രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് മുഴുവനും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ എല്ലാവർക്കും ആർ സി എമ്മിന് വലിയ വിജയങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹോത്സവം അതിന്റെ പേര് പോലെ തന്നെ പ്രത്യേകതയുള്ളതാണ്. അതിനകത്ത് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒരു പി പി ടി ഇല്ല, അതിന്റെ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുവരെയും നമ്മളെ ഗിരീഷ് സാറിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് അത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും 2 സ്ലൈഡ് ഞാൻ കാണിക്കാം. നമ്മളെ പ്രോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. അതില് കേരളത്തിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ വലിയ പ്രചരണം നമ്മളെ കേരളത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിലും നമ്മളെ സീനിയർ ലീഡേഴ്സ്. അപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് ടി.സി. കൊണ്ടാന്ന് ഉണ്ടാക്കിയ പോസ്റ്റാണ് ഞാൻ, പിന്നെ അത് മാറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. സൗരഭ് ഛബ്രാജി വരുന്നുണ്ട്, വട്സാർ വരുന്നുണ്ട്, അതേപോലെ കേരളത്തിലെ എല്ലാ കോർ ലീഡർമാരും, റൈസിംഗ് കോർ ലീഡേഴ്സും എല്ലാ സീനിയർ ലീഡേഴ്സും പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാം 28-ാം തീയതി ഏപ്രിൽ 9-ാം തീയതി 9 മണിക്ക് വൈകുന്നേരം വരെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. പല വിധത്തിലുള്ള ഇൻഫർമേഷൻസ്, ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ ഓപ്പണർ തൊട്ട് മേലോട്ട് പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് അച്ചീവ് ചെയ്ത ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തിൽ ഓപ്പണർ ആൻഡ് അബോവ് അച്ചീവ് ചെയ്ത എല്ലാവർക്കും പുരസ്കാരങ്ങള്, സമ്മാനങ്ങള്, റെക്കഗ്നീഷൻസ് നടക്കും. അതേപോലെ ആ ഒരു പ്രോഗ്രാമിലേക്ക് പക്ഷെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ജനുവരിയിലും അത് തെറ്റായിട്ടാണ് അടിച്ചത്. ഫെബ്രുവരിയിലും മാർച്ചിലും 2 മാസവും കൂടി 10,000 PV ചെയ്തിരിക്കണം. ഫെബ്രുവരി, മാർച്ച് 10,000 PV ചെയ്ത ആളുകൾക്കാണ് ആ പ്രോഗ്രാമിൽ എൻട്രി ഉണ്ടാവുക. അപ്പൊ ടിക്കറ്റ് ഇന്ന്, അതാണ് ഗിരീഷ് സാർ നേരത്തെ സൂചിപ്പിച്ചത്, ഏതാണ്ട് 6,000-ന് മേലെ ആളുകൾ അതിന് ക്വാളിഫൈഡ് ആണ് കേരളത്തിൽ. അവിടെയൊക്കെ ബാക്കിയുണ്ട്. ഇനിയും ഇൻട്രസ്റ്റ് ആളുകൾക്ക് വേണ്ടി ടിക്കറ്റുകൾ ഇന്നും 1, 2, 10 ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൈവശപ്പെടുത്തി നമ്മുടെ ടീമിലുള്ള 10,000 PV ചെയ്ത ആളുകൾക്ക് അവിടെ ഈ ആർ സി എം എന്ന് പറയുന്ന ബിസിനസ്സിൽ സക്സസ് കിട്ടുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്കാണ്. കൺസിസ്റ്റൻസി വലിയൊരു പാർട്ടാണ് നമ്മുടെ സക്സസിന്റെ. അപ്പൊ അങ്ങനെ കൺസിസ്റ്റൻസി, ജനുവരിയിൽ 5,000 PV, ഫെബ്രുവരിയിൽ 5,000 PV, മാർച്ചിൽ 5,000 PV, അങ്ങനെ 5,000 PVയുടെ ഡയമണ്ട് ക്ലബ്ബ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് 10,000 PV ഒരു ഇഷ്യൂ ഒന്നുമല്ല. നമ്മൾ ഇറഗുലറായിട്ട് കൺസിസ്റ്റന്റ് അല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എല്ലാം നമുക്ക്. കൺസിസ്റ്റൻസിയെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും, ഇത് ടാർഗറ്റുകളൊക്കെ സിമ്പിൾ ആകില്ല. അതേപോലെ മറ്റൊരു പ്രോഗ്രാമാണ് ബാംഗ്ലൂരിൽ നടക്കുന്ന പ്രോഗ്രാം. ബാംഗ്ലൂരിൽ നടക്കുന്നത് വിജയോത്സവം. കേരളത്തിൽ മഹോത്സവം ആണെങ്കിൽ കേരളത്തിൽ കർണാടകയിൽ വിജയോത്സവ. അതില് ടാർഗറ്റ് അച്ചീവേഴ്സ്, അത് ഓപ്പണർ ആൻഡ് അബോവ് സെലിബ്രേഷൻ ഇല്ല, സ്റ്റാർ ആൻഡ് അബോവ് സെലിബ്രേഷനെ നടത്തുന്നുള്ളതോടെ. കാരണം ഗസ്റ്റിന്റെ ഉള്ളത് കൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ചെയ്തു. അവിടെയും സൗരഭ് ഛബ്രാജി വരുന്നുണ്ട്, വട്സാറുണ്ട്,
ഇവിടുന്ന് നേരെ സൗരഭ് ജി വട്സാറും ഇവിടുത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നേരെ ബാംഗ്ലൂരാണ് വരുന്നത്. അപ്പൊ കർണാടക, ബാംഗ്ലൂർ, ഹൊസൂർ, തമിഴ്നാട് ഭാഗത്തൊക്കെ ടീം ഉള്ള ആളുകൾക്ക്, ആന്ധ്രാപ്രദേശിലൊക്കെ ടീം ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാം. ഇത് ബാംഗ്ലൂരിൽ ചൗഡയ്യ മെമ്മോറിയൽ ഹാൾ, മല്ലേശ്വരം, ബാംഗ്ലൂരാണ്. അപ്പൊ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മെജസ്റ്റിക്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ കണ്ടോൺമെന്റിൽ ഇറങ്ങാം, യശ്വന്ത്പുരയിൽ ഇറങ്ങാം. എവിടെ ഇറങ്ങി കഴിഞ്ഞാലും ചൗഡയ്യ മെമ്മോറിയൽ ഹാൾ വളരെ അടുത്താണ്. രാവിലെ 9 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 5 മണി വരെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ ഹരിസഞ്ജീവനിയും തുളസി പെയിന്റുമാണ്. അപ്പൊ ഹരിസഞ്ജീവനിയിലും തുളസി പെയിന്റിലും പ്രത്യേകം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ പ്രോഗ്രാം പങ്കെടുക്കാം. അതിനകത്ത് ഷിറോഡെ സർ വരുന്നുണ്ട്, സുമിത് ജി വരുന്നുണ്ട്. ഇപ്പം രണ്ടുപേരുടെയും ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം കേരളത്തിൽ ഇപ്പൊ നടന്നു ഈ മാസം. സുമിത് സാറിന്റെ കേരളത്തിലെ പല സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഷിറോഡെ സർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രോഗ്രാം. ഇന്നോ നാളെയോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രോഗ്രാം. നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോയിട്ട് വേണം ബാംഗ്ലൂരിലേക്ക് എത്താൻ. അപ്പം ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വലിയ സൗത്ത് ഇന്ത്യ ഓക്കെ ഈവന്റുകൾക്ക് നമ്മുടെ എന്താണ് RCMൽ വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഈവന്റുകൾക്ക് RCM മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനിലാണ്. ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു സാധാരണ ഒരു കൺസ്യൂമറിനെ ഒരു ലോയൽ കൺസ്യൂമർ ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. സാധാരണ ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പർട്ടിക്കുലർലി ഒരു ബ്രാൻഡുമായിട്ട് വലിയ ലോയൽറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഏത് പേസ്റ്റ് കിട്ടിയാലും ഓക്കെ, ഏത് ചായപ്പൊടി കിട്ടിയാലും ഓക്കെ, ഏത് ഓക്കെ, പോകുന്ന വഴിക്ക് കാണുന്ന കടയിൽ കയറുന്നു. എന്തൊക്കെ പർട്ടിക്കുലർലി ഒരു ബ്രാൻഡ് ലോയൽറ്റി ഇല്ലാത്ത ലോയൽ കൺസ്യൂമറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു RCM എന്ന് പറയുന്നത്. അപ്പൊ ലോയൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ലോയൽ കൺസ്യൂമർ? ബ്രാൻഡിനോട് നമ്മൾ ലോയൽ ആയിരിക്കുക. ഇവിടെ നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ RCM ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ RCMന്റെ പ്രാധാന്യത്തിന് ഒന്നും കൂടി എടുത്തു കാണിക്കാനും അതിനെ കൂടുതൽ പ്രചരണം കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ബേസിക് കമ്പനികളുടെ അക്കൗണ്ടിങ് ഇതിൽ നിന്നും നമ്മളിപ്പം RCM കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ആവാൻ പോവാണ്. അപ്പൊ എല്ലാത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഈ ഏപ്രിൽ കഴിഞ്ഞ മെയ് ഫസ്റ്റ് വീക്കില് ഇത് ഫാഷൻ ഷൂട്ടിങ്സിൽ നിന്നും അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റും പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫോം ആവുകയാണ്. പക്ഷെ ബേസിക് പ്ലാൻ പ്രസന്റേഷനിലൊന്നും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ബേസിക് പ്ലാൻ പ്രസന്റേഷൻ റിമെയിൻസ് ദ സെയിം. ചെയ്തിരുന്നത് 1977 ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ടെക്സ്റ്റൈൽ കമ്പനിയിൽ ഏറ്റവും വലിയ കമ്പനി ആയിരുന്നു എന്നും ഇവർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗിൽ വളരെ പേരെടുത്തതായിരുന്നു എന്നും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ആയിരുന്നു എന്നും അത് 2000-ലാണ് RCM എന്ന് പറയുന്ന ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതായിരുന്നല്ലോ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്തത്. ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അതൊക്കെ റിമെയിൻ സെയിം. നിങ്ങൾ അടുത്ത പ്രാവശ്യം മെയിലും ഇതേ പ്ലാൻ തന്നെയാണ് കൊടുക്കേണ്ടത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്ന പ്രശ്നങ്ങളുണ്ട്, എല്ലാം കൈമാറി വരുന്നതുകൊണ്ട് പ്രോഡക്റ്റിന് വില കൂടുന്നു, ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു, മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, എല്ലാം റിമെയിൻ ചെയ്യും. ഡയറക്ട് സെല്ലിംഗ് വന്നാൽ കമ്പനിയിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഒരു കൺസ്യൂമർ ഇവിടെ കൺസ്യൂമർ പ്രോഡക്റ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, അദ്ദേഹം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റുകളെ ഏറ്റെടുക്കുന്നു. സെയിം തിങ്, ഒന്നും വ്യത്യാസമില്ല. ഓക്കെ, സോ അതെല്ലാം സെയിം ആണ്. അപ്പൊ പ്ലാൻ നമ്മൾ പറയാൻ പഠിപ്പിക്കുകയും പറയാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ വരുന്ന 28-29-28-ാം തീയതി നടത്തുന്ന വലിയ ഇവന്റ്, ഡൽഹിയിലൊക്കെ ധാരാളം വലിയ ഇവന്റുകൾ 10,000-25,000 ആളുകളെ കുറിച്ചുള്ള വലിയ ഇവന്റുകൾ നടക്കാറുണ്ട്. ഈ ഇവന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RCMന്റെ വളർച്ചയിൽ. ഓരോ മീറ്റിങ്ങിനും സൂമിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ വലിയ ഈവന്റുകൾക്കും RCMന്റെ നമ്മൾ ഓരോരുത്തരുടെയും വളർച്ചയിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ ഓരോ ഫങ്ഷൻസ്. ഇപ്പം സൂം പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഒരാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ സബ്ജക്റ്റുകൾ പഠിക്കാം, പ്രോഡക്റ്റുകൾ പഠിക്കാം, തുളസി പെയിന്റ് പഠിക്കാം, ഹരിസഞ്ജീവനി പഠിക്കാം,
എന്താണ് ന്യൂട്രീഷൻ പഠിക്കാം, കീസോൾ പഠിക്കാം, കോസ്മെറ്റിക്സ്, ഹൈജീന് എല്ലാം നമുക്ക് വീട്ടിന്റെ കംഫർട്ടബിൾ ആയിട്ടിരുന്നിട്ട് 1-2 മണിക്കൂർ ഒരു സൂം പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ഇതാണ് സൂമിന്റെ ഇമ്പോർട്ടൻസ്. ഇതുകൊണ്ട് PV കയറുമോ? ഇതുകൊണ്ട് PV കയറില്ല. നോളജ് കൺവേ ആവും. നോളജ് നമുക്ക് PV തരുമോ? നോളജ് നമുക്ക് സക്സസ് തരുമോ? കോൺട്രിബ്യൂട്ട് ചെയ്യും, പക്ഷെ നോളജ് ഒരു അൾട്ടിമേറ്റ് സക്സസിന്റെ ഇതല്ല. അപ്പൊ ആ നോളജിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? ആക്ഷൻ വേണം, വേണ്ടേ? നോളജിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? ആക്ഷൻ വേണം. എന്താണ് ആക്ഷൻ? നോളജിനെ നമുക്ക് PV ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോളജിനെ നമുക്ക് PV ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. എങ്ങനെ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യും? നമുക്ക് ഹോം മീറ്റിംഗ്സ് ചെയ്യാം. എവിടെയാണ് നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യേണ്ടത്? എവിടെയാണോ RCM പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ വേണം നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യാൻ. നമ്മൾ സാധാരണ ഹോം മീറ്റിംഗ് എങ്ങനെയാ ചെയ്യുക? ഒരു 5-10 പ്രോഡക്റ്റുകൾ കയ്യിലെടുക്കുന്നു, അവിടെ പോയി ഒരു സോപ്പ്, ഒരു പേസ്റ്റ്, ഒരു ഉപ്പൊക്കെ എടുത്ത് ഡെമോൺസ്ട്രേറ്റ് വെക്കുന്നു, 1-2 പ്രോഡക്റ്റിന്റെ ഡെമോ ഒക്കെ കാണിക്കുന്നു. പ്രോഡക്റ്റ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ പ്രോഡക്റ്റ് എല്ലാം കൂടി എടുത്ത് ബാഗിലിട്ട് നമ്മൾ ഗുണം കിട്ടി. നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് അവിടെ പോയിട്ട് എങ്ങനെ പ്ലാൻ പ്രൊസീഡ് ചെയ്യാം. അതല്ലാതെ നമുക്കവിടെ PV ക്രിയേറ്റ് ആയോ? ഇല്ല. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ PV ക്രിയേറ്റിംഗ് മെഷീനാണ്. RCM ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ PV ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏത്? ഹോം മീറ്റിംഗ്. ഇത്രയും PV ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറി നമ്മൾ RCMൽ വേറെ ഒന്നുമില്ല. ഹ്യൂജ് വോളിയം, ഏറ്റവും കൂടുതൽ ഹ്യൂജ് വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹോം മീറ്റിംഗ്. രണ്ടാമത്തെ ഒരു ഏരിയയാണ് PUC ബേസ്ഡ് മീറ്റിംഗ്, പിക്കപ്പ് സെന്റർ. നമ്മുടെ ടീമിലുള്ള ലീഡർമാരെയും നമ്മുടെ ടീമിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളെയൊക്കെ പിക്കപ്പ് സെന്ററുകളിലേക്ക് വിളിച്ചിട്ട് മീറ്റിംഗ്സ് നടത്തി കഴിഞ്ഞാൽ അവര് പഠിക്കാൻ വരുന്നു, പർച്ചേസ് ചെയ്തിട്ട് പോകുന്നു. നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 ടൂളാണ്, ഒന്ന് ഹോം മീറ്റിംഗ്, ഒന്ന് PUC ബേസ്ഡ് മീറ്റിംഗ്സ്. നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും, നമ്മളിപ്പോ ഒരു 1000-700ഓളം ആളുകൾ ഇന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യു ജസ്റ്റ് ഇവാലുവേറ്റ്. നിങ്ങൾ കഴിഞ്ഞ മാസം മാർച്ചില്, ഈ മാസം ഏപ്രിലില് ഇതുവരെ എത്ര ഹോം മീറ്റിംഗ് ഒരു മാസം ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യൂ. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എത്ര ഹോം മീറ്റിംഗ് ചെയ്തു? 4 എണ്ണം ചെയ്തോ? മിനിമം ആഴ്ചയിൽ 1 എണ്ണം. യു ആർ ഡൂയിങ് യുവർ മിനിമം. മീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് യുവർ മിനിമം. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിലെങ്കിലും അതിന്റെ സിസ്റ്റവുമായിട്ട് അതിന്റെ ടൂളിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 1-2-3 ഹോം മീറ്റിംഗ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹോം മീറ്റിംഗ്സിന്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ സക്സസിലേക്കുള്ള യാത്ര ഫാസ്റ്റ് ആവും. നിങ്ങൾക്ക് സക്സസ് മെല്ലെ വേണോ, ഫാസ്റ്റ് ആയിട്ട് വേണോ? ജീവിതത്തിൽ വിജയം സ്പീഡായിട്ട് കിട്ടണോ, വളരെ മെല്ലെ? അച്ചീവർ 1-2-3 മാസം കൊണ്ടാവണോ, അതോ 2-3-5 വർഷം കൊണ്ടായാൽ മതിയോ? മാസ വരുമാനം 10,000-30,000 50,000 ഒക്കെ 1-2-3 മാസം കൊണ്ട് വേണോ, 5-6 വർഷം കൊണ്ട് മതിയോ? എന്താ അഭിപ്രായം? പെട്ടെന്ന് വേണ്ടേ? പെട്ടെന്ന് വരുമാനം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും ഒക്കെ നമുക്ക് ജീവിതത്തിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ലൈഫ് സ്റ്റൈല് തന്നെ നമുക്ക് കുറച്ച് ഹയർ ഇതിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും, അല്ലെ? അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് വരുമാനം കിട്ടണം, എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ടെക്നിക്കൽ അച്ചീവർ ഒക്കെ ആയിട്ട് 1 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടണം. അതിനെന്ത് വേണം? ഈ 2 ടൂളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്താണ് ഈ 2 ടൂള്? ഹോം മീറ്റിംഗ്, PUC, അതായത് ഔട്ട്ലെറ്റ്, RCM ഔട്ട്ലെറ്റ് ബേസ്ഡ് മീറ്റിംഗ്സ്. അത് നിങ്ങളെ ഏരിയയിൽ പിക്കപ്പ് സെന്റർ ആണെങ്കിൽ അത്, വണ്ടർ വേൾഡ് ക്യുക്ക് ആണെങ്കിൽ അത്, വണ്ടർ വേൾഡ് ആണെങ്കിൽ അത്, ആഴ്ചയിൽ 1-2 മീറ്റിംഗ്സ് ഈ പിക്കപ്പ് സെന്റർ ബേസ്ഡ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. അതുകൊണ്ട് പല ഗുണങ്ങളാണ് ഈ പിക്കപ്പ് സെന്ററിൽ. പല പിക്കപ്പ് സെന്ററിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പല പ്രോഡക്റ്റുകൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ RCMന്റെ പ്രോഡക്റ്റ് മൂവ് ആവാത്തത് കൊണ്ട് അദ്ദേഹത്തിന് റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അവിടെ നെഗറ്റിവിറ്റി വന്നു. വേറെ ബ്രാൻഡ് പ്രോഡക്റ്റുകാർ വന്നിട്ട് ഈ കടയിനെ അപ്രോച്ച് ചെയ്യണം. നമ്മുടെ RCMനാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഫെക്ഷൻസ്, അതല്ലെങ്കിൽ വൈറസ് കയറാൻ സാധ്യത കൂടുതലുള്ളത് RCMന്റെ ഔട്ട്ലെറ്റുകളാണ്. കാരണം RCMന്റെ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് കേരളത്തിൽ നോക്കിയാൽ കാണാവുന്നത്. മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റ് കേരളത്തിൽ കാണാനുണ്ടോ? ഇല്ല. RCMന്റെ ഔട്ട്ലെറ്റുകളാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത്. അപ്പൊ അവിടെ വൈറസ് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഏത് നെറ്റ്വർക്കുകാരനും വലിഞ്ഞു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് RCMന്റെ ഔട്ട്ലെറ്റ്. അപ്പൊ അവിടെ വന്ന് കയറിയ ഏതെങ്കിലുമൊക്കെ മറ്റ് നെറ്റ്വർക്കുകാർക്ക് ഇങ്ങനത്തെ ഔട്ട്ലെറ്റുകളിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല, അവർക്കിത് കൊണ്ടുവരാനും പറ്റില്ല. അപ്പൊ നമ്മളെ
നമ്മളെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പം. ഇത് മനസ്സിലാക്കാത്ത പാവം പിക്കപ്പ് സെന്ററുകാര് ഇവര് കൊണ്ടുവരുന്ന ഈ പ്രോഡക്റ്റ് എടുത്ത് റാക്കിൽ വെക്കും, ഇവർ കൊണ്ടുവരുന്ന ഈ നെറ്റ്വർക്കിൽ പോയി ജോയിൻ ചെയ്യും, അവസാനം ഈ RCMന്റെ ഔട്ട്ലെറ്റ് നടത്താൻ വയ്യ. ഇങ്ങനെ ഇത് നടക്കാതിരിക്കാൻ നമ്മളെ ആക്ടിവിറ്റി അവിടെ നടക്കണം അല്ലെ. നമ്മളിപ്പോ മുറ്റത്ത് ഒരു ടൈൽസ് വിരിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ മുറ്റത്ത് ടൈൽസ് വിരിച്ചു, നമ്മൾ അതിൽ നടക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പ് പിടിക്കില്ല, മഴ പെയ്താലും പൂപ്പ് പിടിക്കില്ല അല്ലെ. അതേസമയം നമ്മളൊരു 1-2 വർഷം നമ്മളവിടെ നടക്കുകയോ പോവുകയോ വരുവോ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈൽസിന്റെ മേലെയൊക്കെ പൂപ്പ് പിടിച്ച് പിന്നീട് നടക്കുന്ന സമയത്ത് വഴുക്കാനും വീഴാനും ഒക്കെ സാധ്യത, അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാം. ഇപ്പൊ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പടിച്ച് നശിക്കും അല്ലെ. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ അതിൽ തുരുമ്പ് പിടിക്കുന്നില്ല. അപ്പം നമ്മൾ എന്നും എന്തിനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൽ ഗ്രോത്ത് ഉണ്ടാവും, അവർക്കും ഗ്രോത്ത് ഉണ്ടാവും, നമുക്കും ഗ്രോത്ത് ഉണ്ടാവും, കംപ്ലീറ്റ്ലി ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത് ഈ 2 ടൂളുകളെ പറ്റിയിട്ടാണ്. എന്താണ് ഫസ്റ്റ് ടൂൾ? ഹോം മീറ്റിംഗ്. രണ്ടാമത്തെ ടൂൾ എന്താണ്? ഔട്ട്ലെറ്റ്സ്. നമ്മൾ എന്നും എപ്പോഴും നമ്മുടെ ടീമുമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. ഒന്നുകിൽ ഹോം മീറ്റിംഗിലായിരിക്കണം, അല്ലെങ്കിൽ പിക്കപ്പ് സെന്ററുകളിലായിരിക്കണം. ഒന്നുകിൽ ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ പിക്കപ്പ് സെന്ററുകൾ. നമ്മൾ ഒരാഴ്ചയിൽ 1-2 ദിവസം 3 ദിവസം നമ്മൾ പിക്കപ്പ് സെന്ററുകളിലേക്ക് മാറ്റി വെക്കണം. 1-2-3 ദിവസം നമ്മൾ എങ്ങോട്ട് മാറ്റി വെക്കണം? ഹോം മീറ്റിംഗ്സിന് വേണ്ടി മാറ്റി വെക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും RCMൽ റോയൽറ്റി അച്ചീവർ ആവണം, ടെക്നിക്കൽ അച്ചീവർ ആവണം, 50,000 വരുമാനം കിട്ടണം, മാസം 1 ലക്ഷം വരുമാനം കിട്ടണം. വേണോ വേണ്ടിയോ? ഇതിനകത്ത് അത് വേണ്ടാന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സാറേ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് RCMന്റെ ഗോതമ്പൊടി വലിയ ഇഷ്ടം, അതിനകത്ത് ചപ്പാത്തി പരത്തി കഴിച്ചാൽ മതി, ഞാൻ അതിന് RCMൽ വന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് RCMന്റെ ചായപ്പൊടി ഭയങ്കര താല്പര്യം, അപ്പൊ അതിനകത്ത് കട്ടൻ ചായ കുടിച്ചാൽ മതി, എനിക്ക് 50,000 1 ലക്ഷം വേണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട. RCMൽ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം അല്ലെ. നമുക്ക് നമ്മളെ ആളുകൾ ബഹുമാനിക്കണം, നമ്മളെ വിളിക്കണം, നമ്മളൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കണം, നമുക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് റെസ്പെക്ട് കിട്ടണം, റെക്കഗ്നീഷൻ വേണം, റിവാർഡ്സ് വേണം. RCM തരുന്ന കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം എൻജോയ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ RCMലുള്ളൂ. അതിനകത്ത് അതിനകത്ത് എന്താണ് അല്ലെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അപ്പൊ ഞാനൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഒരാൾക്ക് ജീവിതത്തിൽ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 50,000 1 ലക്ഷം രൂപയോ മാസ വരുമാനം കിട്ടണമെങ്കിൽ അദ്ദേഹം എത്ര കാലം പഠിച്ചിരിക്കണം? അതേ ഒരു IAS ഓഫീസറോ APS ഓഫീസറോ നല്ലൊരു പ്രൊഫഷണറി ഗ്രേഡിലുള്ള ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് ഒരു 50,000 1 ലക്ഷം രൂപയൊക്കെ മന്ത്ലി വരുമാനം കിട്ടും. ഒരു ബാങ്കിലൊക്കെ ഒരു നല്ല പോസ്റ്റ്, ഒരു ഓഫീസറായിട്ട് ഏതെങ്കിലും ഒരു ഡിഫൻസിലോ ഒക്കെ സം പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ, നല്ല പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ഒരു 1 lakh rupeesന്റെ ഒക്കെ പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ദിവസത്തെ മാനവർ എത്രയാണ്? ഒരു IAS ഓഫീസർ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുക? ഒരു IPS ഓഫീസർ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യാറ്? എത്ര സമയം? നമുക്ക് പണം വരണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് പണം വരണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ഹ്യൂജ് ആയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. സമയം, ടൈം ഈസ് ഈക്വൽ ടു മണി. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാക്കാം. ടൈമും മണിയും വളരെയധികം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് 1-2 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ RCMൽ കാര്യമായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. 1-2 കോടി 3 കോടി 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ വാങ്ങിക്കാൻ, അതിനകത്ത് റെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. സേവിങ്സിലോ അല്ലെ മ്യൂച്വൽ ഫണ്ട്സിലോ ഷെയറിലോ ട്രേഡിങ്ങിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് മണി. അപ്പം പണം കൊണ്ട് നമുക്ക് പണം കൊയ്യാം. പണം ഇല്ലാത്തവരെന്ത് വേണം? ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം വലിയ പോസ്റ്റിലുള്ള ഓഫീസേഴ്സ് ഒക്കെ വലിയ കാഡറിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ അവർ 1 ലക്ഷം ഒക്കെ വരുമാനം ഒരു മാസം വാങ്ങുന്ന ആൾക്കാർ എന്താണ് 10, 12, 15 മണിക്കൂറാണ് അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു കളക്ടർ എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന് ഓഫീസിൽ ചെലവഴിക്കുന്നത്? ഒരു വലിയൊരു ഓഫീസർ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ
ഒരു നല്ല കാഡറുള്ള ഒരു പ്രൊഫസർ എത്ര മണിക്കൂർ അവരുടെ പ്രിപ്പറേഷൻസ് പഠിക്കാന്, കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാൻ എത്ര മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പറയൂ? മിനിമം അബൌട്ട് 8 to 10 hours ഉണ്ടോ ഇല്ലയോ? നമ്മൾക്ക് RCM നിന്നും 1 ലക്ഷം രൂപ വരുമാനം വേണം. നമ്മൾ RCM എത്ര മണിക്കൂർ സമയം കൊടുക്കുന്നുണ്ട് പറയൂ? ഈ സൂമിൽ രാവിലെ 1 മണിക്കൂറോ അല്ലെങ്കിൽ 11 മണിക്കുള്ള 1 മണിക്കൂർ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 1 ലക്ഷം രൂപ വരുമാനം കിട്ടുമോ? ആഴ്ചയിൽ ഒരു ദിവസം ഒരു പിക്കപ്പ് സെന്ററിൽ പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങി കൺസിസ്റ്റൻസി 5000 PV 2500 PV മെയിൻറ്റെയിൻ ചെയ്താൽ എന്നാണ് നമുക്ക് 1 ലക്ഷം രൂപ വരുമാനം കിട്ടുക പറയൂ? അപ്പോ നമ്മൾ എന്ത് വേണം? നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. വേണോ വേണ്ടിയോ? സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ, പണവും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് എവിടുന്ന് വരുമാനം കിട്ടും? അപ്പം ടൈം ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എവിടെയാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്. ഒന്നുകിൽ ഹോം മീറ്റിംഗ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ രണ്ടിലും പിക്കപ്പ് സെന്റർ മീറ്റിംഗ്സ്. എന്നും നമ്മൾ ഒന്നുകിൽ ഹോം മീറ്റിംഗിലായിരിക്കണം, അല്ലെങ്കിൽ പിക്കപ്പ് സെന്റേഴ്സിലായിരിക്കും. പ്രോഡക്റ്റുകൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് സെയിൽസ് നടക്കുക. ആണോ അല്ലയോ? എവിടെയാണോ പ്രോഡക്റ്റ് ഉള്ളത്, ജോ ദിക്താ ഹേ വോ ബിക്താ ഹേ. എന്താണ് കാണുന്നത് അതാണ് വിൽക്കപ്പെടുക. അതാണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ കൺസെപ്റ്റ്. എന്താണ് സൂപ്പർ മാർക്കറ്റിന്റെ കൺസെപ്റ്റ്? സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സുകൾ ഡിസ്പ്ലേ ഇടാം. നമ്മളൊരു ട്രോളി എടുത്ത് സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പെറുക്കി നമ്മൾ ആ ട്രോളിന്റെ ഉള്ളിലിടും. എന്തുകൊണ്ടാണ്? വന്നിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിംഗ് കൗണ്ടറിൽ വരുന്ന സമയത്ത് 3000, 4000, 5000 രൂപയുടെ ബില്ലിംഗ് ആവും. നമ്മൾ കൗണ്ടറിൽ വരുമ്പോഴേ അറിയാം, അയ്യോ ഇത്രയും സാധനം ഞാൻ എടുത്ത് ട്രോളിയിൽ ഇട്ടോ. എന്തുകൊണ്ടാണ്? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ 2000, 3000, 5000, നമ്മൾ ചെറിയ കട, ചെറിയൊരു ഷോപ്പിൽ ചെന്നാൽ നമ്മൾ 3000-ന്റെയോ 4000-ന്റെ സാധനം വാങ്ങും? ഇല്ല. നമ്മളൊരു 100, 200, 300, 500 രൂപയുടെ സാധനം വാങ്ങുള്ളൂ. കാരണം ഒരു കടയിൽ ഉള്ളിൽ കയറാനുള്ള സൗകര്യമില്ല. അവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഉള്ളിലേക്കുള്ള അപ്രോച്ച് കുറവാണ്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് ഉള്ളിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് വേണ്ടത് മാത്രമേ ചെറിയ കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. നമ്മളൊരു 200, 300, 500 രൂപയുടെ സാധനമേ ചെറിയ കടകളിൽ നിന്ന് വാങ്ങുള്ളൂ. അതേസമയം നമ്മളൊരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ വലിയ അപ്രോച്ചബിൾ ആയിട്ടുള്ള, കാണാൻ സാധിക്കുന്ന, ഉള്ളിൽ കയറി പോയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കടയിൽ കയറി കഴിഞ്ഞാൽ 3000, 4000, 5000 രൂപയുടെ സാധനം വാങ്ങി ട്രോളിയിലിട്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിക്കൊണ്ട് വരാനുള്ള കാരണം എന്താണ്? കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. കാണാൻ പറ്റുന്നതാണ് വിൽക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഹോം മീറ്റിംഗ്സിലൊക്കെ നല്ല ഡിസ്പ്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് PV ക്രിയേറ്റ് ആവണം. PV വന്നാലാണ് നമ്മൾ സ്റ്റാർ അച്ചീവറും റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും ഒക്കെ ആവുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ തീരുമാനം എടുക്കും. നമ്മൾ ടീമിലുള്ള ആളുകളൊക്കെ ആയിട്ട് കൺവേ ചെയ്തിട്ട് നമ്മൾ മിനിമം ഒരാഴ്ചയിൽ ഒരു 3 ഹോം മീറ്റിംഗ്, 3 പ്രാവശ്യം 3 സ്ഥലത്ത്, 3 or 4 സ്ഥലത്ത് നമ്മൾ ഒരാഴ്ചയിൽ, തിങ്കളാഴ്ച ഇന്ന പിക്കപ്പ് സെന്റർ, ചൊവ്വാഴ്ച ഇന്ന പിക്കപ്പ് സെന്റർ, ബുധനാഴ്ച ഇന്ന പിക്കപ്പ് സെന്റർ, 4 or 5 PUCകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ വിസിറ്റ് ആ പിക്കപ്പ് സെന്ററിന്റെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ആ പിക്കപ്പ് സെന്ററിൽ പോവുക. ഒരാളാണെങ്കിൽ ഒരാള്, ഒരാളാണ് നാളെ 100 പേരായിട്ട്. ഞാൻ കേരളത്തിൽ എൻട്രി ചെയ്ത സമയത്ത് എനിക്ക് കേരളത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളെ പരിചയം ഉണ്ടായിരുന്നില്ല. എനിക്ക് പരിചയം ഉണ്ടായിരുന്നത് സുജിത് സാറിനെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സുജിത് സാറിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കോഴിക്കോട് വന്നു, സുജിത് സാറിന് ഞാൻ പ്ലാൻ കൊടുത്തു. രാജേട്ടനാണ് ആദ്യം ജോയിൻ ചെയ്തത്. സുജിത് സാർ എന്നോട് ചോദിച്ചു വേറെ ആരെങ്കിലും കേരളത്തിൽ ജോയിൻ ചെയ്തു. ഞാൻ അന്നൊരു വെറുതെ ചെറിയ കള്ളത്തരം പറഞ്ഞു, സുജിത് സാറാണ്, സാറിൽ കൂടിയാണ്. പക്ഷേ സുജിത് സാറ് കേരളത്തിൽ വെറുതെ ഇരുന്നില്ല. കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും മലപ്പുറത്തും പാലക്കാടും പല സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റിലുള്ള ആളുകളെ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ എന്തായി? ഒരാളിൽ കൂടി കേരളം മുഴുവനും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ പരശുരാമൻ എന്ന് നമ്മൾ പേരിടാൻ കാരണം. എനിക്ക് മൂർത്തി സാറിനും ഒക്കെ കേരളത്തിലേക്ക് വന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത തുടങ്ങിത്തന്ന ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ സുജിത് സാർ, കോഴിക്കോടുള്ള സ്റ്റാർ റൂബി. അപ്പൊ നമുക്ക് ഒരാളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിൽ കൂടി വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആവുന്നത്. അപ്പൊ ഒരാളാണെങ്കിൽ ഒരാളെ നമുക്ക് പിക്കപ്പ് സെന്ററിൽ കൊണ്ടുവന്നിട്ട് പ്ലാൻ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ആഴ്ചയിൽ ഒരു 4 or 5 പിക്കപ്പ് സെന്ററുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ പിക്കപ്പ് സെന്റർ
ആ പിക്കപ്പ് സെന്റർ ഫോക്കസ് ചെയ്ത് അവിടേക്ക് ഒരാളെ കൊണ്ടുപോയി ഒരാളെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇതിന്റെ ബിസിനസ് സാധ്യതകൾ ഇതിന്റെ കൺസിസ്റ്റൻസി പ്ലാൻ ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക. ഒരാൾക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഒരു എന്താണ് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് അവിടെ ഓപ്പൺ ആവുന്നത്. ഒരു പ്രശ്നമല്ല നമ്മളവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, ഒരു ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു പോസിബിലിറ്റിയാണ് നമ്മളവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പിക്കപ്പ് സെന്ററുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. എവിടെയാണോ പ്രോഡക്റ്റ് അവൈലബിൾ, ചുമര് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ചുമരുണ്ടെങ്കിൽ എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ആകാശത്ത് വായുവിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ എവിടെയാണോ പ്രോഡക്റ്റുകൾ ഉള്ളത് അവിടെയാണ് PV വരിക. നമ്മുടെ ടീമിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് അഡ്വൈസ് എന്താണ്? നമ്മുടെ ടീമിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന, നമ്മുടെ RCM എന്ന് പറയുന്ന സിസ്റ്റം വളരെ സിമ്പിൾ ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? RCM പറഞ്ഞ സിസ്റ്റം വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവർക്കും വേണ്ട പ്രൊഡക്റ്റുകളാണ്, എല്ലാവർക്കും ആരോഗ്യം വേണം, കാശ് വേണം, എല്ലാം വേണം. പക്ഷെ RCMലേക്ക് വരുന്ന 70-80% ആളുകളും RCM വിട്ടുപോകാനുള്ള കാരണം എന്താണെന്നറിയാം? വരുന്ന ആളുകളെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അവരെ നമ്മൾ പിക്കപ്പ് സെന്ററിൽ കാണിക്കുന്നില്ല, അവരെ നമ്മളൊരു ഹോം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിക്കുന്നില്ല, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. അവർക്ക് ആരോഗ്യം വേണ്ടാത്തത് കൊണ്ടോ കാശ് വേണ്ടാത്തത് കൊണ്ടോ അല്ല. അപ്പൊ ഒരാളെ പുതിയതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പിക്കപ്പ് സെന്ററിൽ കൊണ്ടുവന്ന് പിക്കപ്പ് സെന്റർ കാണിച്ചു കൊടുത്ത് അവിടെയുള്ള ഒരു ചെറിയ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കൂ. അതേ ഒരിക്കലും RCM വിട്ടുപോകില്ല. കാരണം പ്രോപ്പർ ഗൈഡൻസ് കിട്ടി. ഒരു പുതിയ വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള 2 അഡ്വൈസ് എന്താണെന്നറിയാം. നമ്പർ 1, 100% RCMന്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പൊ 100% RCMന്റെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിനെ നമ്മൾ ഫോൺ വഴി കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ OTP എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് RCMന്റെ വിഷൻ കിട്ടുന്നില്ല. RCMൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള അറിവില്ല. നമുക്ക് പറ്റാവുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കൊണ്ട് കൊടുത്തു. അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ RCMൽ നിൽക്കും. ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം RCM വിട്ടുപോകും. അടുത്ത മാസം പർച്ചേസ് ചെയ്യില്ല. അടുത്ത മാസം വീണ്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള സാധനം വാങ്ങും. എന്താ പ്രശ്നം എവിടെ പറ്റിയത്? നമ്മൾ അദ്ദേഹത്തിനെ ജോയിൻ ചെയ്യിപ്പിച്ച പ്രൊസീജിയർ ശരിയായി. സപ്പോസ് അദ്ദേഹത്തിനെ നമ്മൾ ഫോണിൽ വിളിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഏറ്റവും അടുത്ത ദിവസം 1-2 ദിവസത്തിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത പിക്കപ്പ് സെന്ററുകളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്യണം. ഒരാളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരാണോ അദ്ദേഹത്തിനെ RCMലേക്ക് കൊണ്ടുവരുന്നത് അത് അവരുടെയാണ്, അല്ലേ? നമുക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാ? കുട്ടിക്കാണോ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, ഞാൻ കുട്ടീനെ ജനിപ്പിച്ച് ഇട്ടു, ഇനിയിപ്പോ എനിക്ക് പ്രസവിച്ചു, അല്ലെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, ഇനി കുട്ടിക്ക് വേണമെങ്കിൽ പഠിക്കാൻ, തിന്നാൻ, വളരാം. അങ്ങനെയാണോ? അല്ല. കുട്ടിയെ വളരാനും കുട്ടിക്ക് വേണ്ട ഭക്ഷണവും കുട്ടിക്ക് വേണ്ട എഡ്യൂക്കേഷന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? പേരൻസിനാണ്. അത് പറഞ്ഞ പോലെ നമ്മൾ RCMലേക്ക് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആസ് ആൻ അപ്ലൈൻ നമുക്കുണ്ട്. അപ്പൊ ഒരാൾ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആയിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ള പിക്കപ്പ് സെന്ററിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഏറ്റവും നന്നായിട്ട് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഉള്ള നല്ല ക്വാളിറ്റി സ്റ്റോക്കുള്ള നല്ല ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കുള്ള ഏറ്റവും അടുത്ത ഒരു പിക്കപ്പ് സെന്ററിൽ വണ്ടർവേൾഡിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തണം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാൾ നമ്മുടെ കൂടെ നിലനിൽക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു മാസത്തെ പർച്ചേസ് കഴിഞ്ഞാൽ അദ്ദേഹം വിട്ടുപോകും. അങ്ങനെ നിലനിൽക്കുന്ന ഒരാൾക്ക് അത് പ്രോഡക്റ്റുകളെ പറ്റി മനസ്സിലായി, പ്രോഡക്റ്റിന്റെ കൺസിസ്റ്റൻസിയിൽ. അപ്പൊ രണ്ട് അഡ്വൈസ് ആണ് നമുക്ക് ഒരു പുതിയ ഒരാൾക്ക് കൊടുക്കേണ്ടത്. നമ്പർ 1, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ അഡ്വൈസ് എന്താണ്? ഏതെങ്കിലും ഒരു കൺസിസ്റ്റൻസി പ്ലാൻ. എന്താണ് കൺസിസ്റ്റൻസി പ്ലാൻ? യൂസ് ചെയ്യുന്ന ഒരു പുതിയ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി പ്ലാൻ അഡ്വൈസ് ആണ് 1500 PV, 2500 PV, 5000 PV. 6 മാസം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഈ 1500 PVക്ക് എന്ത് വാങ്ങണം എന്നുള്ള ഐഡിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത പിക്കപ്പ് സെന്ററിലേക്കോ വണ്ടർവേൾഡിലേക്കോ ഔട്ട്ലെറ്റിലേക്കോ വിളിക്കുന്നതാണ്, അല്ലെ? അപ്പൊ അവർ തന്നെ തീരുമാനിക്കാം. എന്നിട്ട് അവർക്ക് അവിടെ ഇരുന്നിട്ട് ആ പിക്കപ്പ് സെന്ററിൽ തന്നെ ഇരുന്നിട്ട് ഒരു ലിസ്റ്റ് ചെയ്യാം. സാറിന് വീട്ടിലേക്ക് ഗോതമ്പൊടി 5 കിലോ എങ്കിലും വേണ്ടേ, ഓയിൽ ഒരു 2-3 ലിറ്റർ വേണ്ടേ, ഒരു പാക്കറ്റ് എങ്കിലും ഉപ്പ് വേണം, മസാലകൾ വേണം, സോപ്പ് വേണം, സോപ്പ് പൗഡർ വേണം എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാം.
അദ്ദേഹത്തിന് ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിൽ സ്കാനിങ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട ന്യൂട്രീഷന്റെ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിനോട് ഒരു 2500 PVയുടെ നോർമൽ അതർ പ്രൊഡക്ട്സും ഒരു 2500 PVയുടെ ന്യൂട്രീഷനോ ഇനിയിപ്പോ അദ്ദേഹത്തിന് കീസോളോ മറ്റോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കീസോളോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാ മാസവും എത്ര രൂപയുടെ സാധനം കാറ്റഗറിക്കലി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5000 PV വരെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരു കാറ്റഗറിക്ക് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഒരു പുതിയ വ്യക്തിക്ക് പിക്കപ്പ് സെന്ററിൽ ഇരുന്നു കൊണ്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ കൂടെ വരുന്ന ഒരു പുതിയ വ്യക്തി എന്നും ഒരു കൺസിസ്റ്റന്റ് ബയർ ആയിരിക്കും. 100% യൂസ് ചെയ്യുക, 100% യൂസ് ചെയ്യാൻ പറയുക, ഒരു കൺസിസ്റ്റൻസി പ്ലേ. ഒരു പുതിയതായിട്ട് വരുന്ന വ്യക്തിക്ക് ഈ 2 അഡ്വൈസ് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് അദ്ദേഹം പഠിച്ചോളും. ഏറ്റവും അടുത്ത് വരുന്ന മീറ്റിംഗ്സിന് ഇപ്പൊ മഹോത്സവ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വലിയ വലിയ ഈവന്റുകൾ മീറ്റിംഗ്സുകളിലേക്ക് നമുക്ക് ഇവരെ എത്തിക്കാൻ പറ്റണം. അടുത്ത പടി അതാണ്. ആദ്യത്തെ പടി എന്തായിരുന്നു? അവരെ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത്തെ പടി എന്താണ്? ഇവരെ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളിൽ എത്തിക്കുക. സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിക്കുക, മന്ത്ലി നടക്കുന്ന സെമിനാറുകൾ അറ്റൻഡ് ചെയ്യിക്കുക, ഇങ്ങനത്തെ ഈവന്റുകളിലേക്ക് എത്തിക്കുക. എന്തിനാണ് ഈവന്റ്? എന്തിനാണ് മഹോത്സവം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്? എന്തിനാണ് മഹോത്സവിലേക്ക് നമ്മുടെ ടീമിലുള്ള ആളുകളെ എത്തിക്കേണ്ടതിന്റെ ആവശ്യകത? അപ്പോഴാണ് അവരുടെ കണ്ണ് തുറക്കുക. ലോങ് ടേം ആയിട്ടുള്ള വിഷൻ, ഒരു ഡ്രീം, ഒരു വിഷൻ ഓപ്പൺ അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ഇവന്റ്സ് ആണ് വളരെ അത്യാവശ്യം. ചെറിയ മീറ്റിംഗ്സ് ഒക്കെ ഇൻഫർമേഷൻ കൺവേ ചെയ്യും. സൂം മീറ്റിംഗ് ഇൻഫർമേഷൻ കൊടുക്കും. ചെറിയ ചെറിയ വളർച്ച കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ റോയൽറ്റി ആവാൻ പറ്റിയേക്കാം, സ്റ്റാർ പ്ലാറ്റിനം ആവാൻ പറ്റിയേക്കാം, മേ ബി ചിലപ്പോൾ ടെക്നിക്കൽ വരെ എത്താൻ പറ്റിയേക്കാം. പക്ഷെ അവിടുന്ന് വളർന്ന് സ്റ്റാർപ്പുകളോ എമറാൾഡോ റൂബിയോ സ്റ്റാർ റൂബിയോ നമ്മുടെ മൂർത്തി സാറിനെയൊക്കെ പോലെ സഫയർ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ബിഗ് ഇവന്റ്സ്, അവിടെയാണ് ഒരു മനുഷ്യന്റെ കണ്ണ് തുറക്കുക. വലിയ ഇവന്റ്സ്, ഇത്രയും ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും അച്ചീവ്മെന്റ്സ് ഇതിൽ കൂടി വരാൻ പറ്റും. പല കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇവന്റുകളിൽ വരുന്നത്. ഡോക്ടേഴ്സ് ഉണ്ടാവും, അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, വക്കീലന്മാരുണ്ടാവും, പല വലിയ വലിയ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ആർസിഎമ്മിന് വലിയ പാഷൻ ആക്കി എടുത്തിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒരു സ്റ്റേജിൽ കാണുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആള് സ്വന്തം ആലോചിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെ? ഇത്രയും ആളുകൾക്ക്, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും കാശുള്ള, ഇത്രയും വളരെ ലോ ലെവലിൽ നിന്നും ഇത്രയും വലുതായിട്ട് വളർന്നിട്ടുള്ള ആളുകളൊക്കെ ഈ ബിസിനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഓൾസോ ഡു ഇറ്റ്, എനിക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു എൻലൈറ്റ്മെന്റ് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഈവന്റ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ മഹോത്സവ് 28-ാം തീയതി രാജഗിരിയിൽ നടക്കുന്ന മഹോത്സവിലേക്ക് നിങ്ങളുടെ ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഒരാളെ പോലും വിടാതെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ ടീം ഒരു ക്വാളിറ്റി ടീമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടീം എപ്പോഴും ഒരു ക്വാളിറ്റി ടീം ആയിരിക്കണം. നമ്മുടെ ടീം എന്തായിരിക്കണം? ക്വാളിറ്റി ടീം ആയിരിക്കണം. കുറെ ആളെ കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ ടീമിലുള്ള ആളുകൾക്കും ആ ടീമിനും ഒരു ക്വാളിറ്റി ഉണ്ടാവണം, ഒരു യൂണിറ്റി, ഒരു ക്വാളിറ്റി, ഒരു നോളജബിൾ ടീം എന്നും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ടീമായിട്ട് നമ്മൾ ടീമിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് ഈവന്റ് ഒരു വലിയ സപ്പോർട്ടിങ് ഡിവൈസാണ്. ഈവന്റുകൾ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് എന്നും വലിയ വളർച്ചയാണ്, ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഈവന്റുകളെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുറെ പ്രയാസപ്പെടേണ്ടി വരും. കാരണം കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് പറഞ്ഞ് കാണുന്നതാണല്ലോ കൺവേ ചെയ്യാൻ എളുപ്പം, അല്ലെ? കാണുന്നതാണ്, പറയുന്നതിനേക്കാളും കാണുന്നതാണ്. ഒരു കടല് നമുക്ക് കടല് കണ്ടിട്ട് ആ കടലിന്റെ വലിപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കടലിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് ജീവിതത്തിൽ ഒരിക്കലും കടല് കാണാത്ത ഒരാളുടെ മുന്നിൽ ഞാൻ ആ ഗ്ലാസ്സിലെ വെള്ളം കൊണ്ട് വെച്ചിട്ട് പറയാണ്, ഞാനിത് കടലിൽ നിന്ന് എടുത്ത വെള്ളമാണ്, നോക്ക് കടല് കണ്ടോ എന്ന് ചോദിച്ചാൽ ആ മുന്നിലിരിക്കുന്ന ആളെന്ത് പറയും? ഞാൻ ആ ഗ്ലാസ്സിലെ വെള്ളം കടലിൽ നിന്ന് മുക്കിയെടുത്തതാ. എന്നിട്ട് ഞാന് ഒരു ജീവിതത്തിൽ ഒരിക്കലും കടൽ കാണാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ കൊണ്ട് ആ ഗ്ലാസ്സിലെ വെള്ളം കൊണ്ടുവച്ചാൽ എന്നിട്ട് പറയാണ്, നോക്ക് ആ ഗ്ലാസ്സിലെ വെള്ളം കണ്ടോ, കടല് കണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു പറയും? അദ്ദേഹത്തിന് കടല് കാണാൻ സാധിക്കുമോ? കടല് കാണണമെങ്കിൽ കടല് തന്നെ കാണിച്ചു കൊടുക്കണം. എന്നാലേ അതിന്റെ ആ വീതിയും വലുപ്പവും ആ തിരമാലയും അതിന്റെ ആ ഒരു
വലിപ്പം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കടൽ എന്താണെന്ന് മനസ്സിലാവണം, കടൽ തന്നെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മഹോത്സവ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഈവന്റ് ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ ഗ്ലിംസസ് കൊണ്ടുവന്ന് അതിന്റെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് വാട്സപ്പിലോ മറ്റേ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ആ മഹോത്സവിന്റെ വലിപ്പം എനിക്ക് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാൻ സാധിക്കില്ല. ഈവന്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് നമ്മുടെ ടീമിനെ ഒരു ക്വാളിറ്റി ടീമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവന്റുകളിൽ നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ ആൾക്കാരെ. നമ്മളും എൻലൈറ്റഡ് ആകും, നമ്മുടെ ടീമിലുള്ള ആളുകളും എൻലൈറ്റഡ് ആകും. നമുക്ക് ടോട്ടലി വന്നിട്ട് ഒരു നല്ല മോട്ടിവേഷൻ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടീമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. മഹോത്സവിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക. നമ്മളെ സൗരഭ് ഛബ്രാജി വലിയ അനൗൺസ്മെന്റ്സും പുതിയ RCMൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ പറ്റിയൊക്കെ അന്ന് വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു ദിവസമാണ്. ഒരിക്കലും മിസ് ചെയ്യാതെ നേരത്തെ തന്നെ, ലേറ്റ് ആയിട്ട് വരരുത് കേട്ടോ. ഞാൻ അന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം മൂർത്തി സാർ അറേഞ്ച് ചെയ്തത് 2 മണിക്കോ 3 മണിക്കോ മറ്റോ ആണ്. അപ്പൊ ആ 2 മണി കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് ഊണ് കഴിച്ചു, അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ടീമിന്റെ കൂടെ. അത് കാര്യമില്ല, നമ്മൾ രാവിലെ നേരത്തെ 7 മണി 8 മണിക്ക് അവിടെ എത്തി നമ്മളെ ടീമിനൊക്കെ ഏറ്റവും മുൻനിരയിലുള്ള സീറ്റുകളിലൊക്കെ ഇരുത്തി ആ പ്രോഗ്രാമിനെ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി മുൻനിരയിൽ ഇരുന്ന് കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഉടനെ ഊണ് കഴിച്ച് സ്ഥലം വിടരുത്. എല്ലാ ടീമിലുള്ള മെമ്പേഴ്സിനെയൊക്കെ വട്ടത്തിലിരുത്തി അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അടുത്ത ഭാവിയിലുള്ള പ്രോഗ്രാംസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം അവിടുന്ന് പിരിയാൻ. അപ്പൊ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ മഹോത്സവ് പ്രോഗ്രാമിന്റെ സമയത്ത് എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് കാണാമെന്ന വലിയൊരു പ്രത്യാശയോട് കൂടിയിട്ട് എന്നെ ഇന്ന് വിളിച്ചതിലും വളരെ സന്തോഷത്തോടു കൂടി. JRCM, താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ഗിരീഷ് സാർ.